നാലാം ഭാവകാരകത്വങ്ങളൊക്കെ അറിയാമല്ലോ അല്ലെ? നാലാം ഭാവം ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ, നാലാം ഭാവം ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ 4 ആ ഭാവത്തിലെ ഏതെങ്കിലും ഒരു കാരകത്വം പറയണം. നാലാം ഭാവത്തിലെ എന്തെങ്കിലും ഒരു കാരകഫലം പറ. ഭാവം ഭൂമി, ഭൂമി അമ്മ. ഓക്കെ, അമ്മ പിന്നെ ഓക്കെ. അപ്പൊ ഈ ഭൂമി ആർക്ക് വന്നു? ഒന്നാം ഭാവം ലഗ്നാധിപന്, അതായത് മറ്റേ അതിന്റെ ആളിന് വന്നിട്ടുണ്ട് അല്ലേ? അതെ, അപ്പൊ ഭൂമി സ്വന്തം പേരിൽ ഭൂമി ഉണ്ടാകും. അമ്മയുടെ ഗുണങ്ങൾ അനുഭവിക്കുക. നാലാം ഭാവം വാഹനമല്ലേ? വാഹനം സ്വന്തം പേരിൽ വരിക. എങ്ങനെയാണ് ബലം പറയുക? കിരണിന്റെ പേരിൽ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടല്ലോ അല്ലെ? 1987. നോക്കിയേ, നാലാം ഭാവം കണ്ടോ? ആരാണ് ഹസ്ബൻഡിലോട്? ആരാണ്? ബുധൻ. ഒന്നാം ഭാവാധിപനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? സ്വന്തമായിട്ട് ഭൂമി ഒന്നോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനിയും വൈദ്യരുടെ 10,606. ഓക്കെ, ഇവിടെയും നാലാം ഭാവം ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് കെപിയുടെ ഏറ്റവും നല്ല മനോഹരമായ ഒരു സവിശേഷത. ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ട ആ വ്യക്തിയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സെൽഫിഷ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്വന്തം കാര്യം ആദ്യം പ്രയോറിറ്റി, എന്ത് വന്നാലും സ്വന്തം കാര്യം പ്രയോറിറ്റി കൊടുത്തില്ലായോ? ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ മുന്നിൽ ഒരു ജാതകം കാണാം. ഈ വ്യക്തിയെ കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഒന്നാം ഭാവം റിലേഷന്റെ ഔട്ട്പുട്ടിൽ ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഈ വ്യക്തിയുടെ സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനും പ്രയോറിറ്റി ഉള്ളൂ. കറക്റ്റ് ആണോ? അറിയുന്ന ആളാരാ? അതൊക്കെ ഇവിടെ അറിയാവുന്ന ആളുണ്ട്. വൈദ്യരുടെ പരിചയത്തിലുള്ള ഒരാളാണ്. കൊള്ളാന്നോ? അത് ഉള്ളതാണ്. 100% മാർക്ക് പറഞ്ഞു. 100% എന്ന് കാണണം. സ്വന്തം കാര്യത്തിന് ഒരു കാര്യവും ചെയ്യാത്ത ആളാ. രാജേഷ് ജിയുടെ ജാതകത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പറഞ്ഞു. ഡേറ്റ് പറഞ്ഞു. ഡേറ്റ് പറഞ്ഞ 10/3/81. നോക്കിയേ, ഒന്നാം ഭാവം 4ഉം 10ഉം ഭാവത്തെ ബന്ധപ്പെട്ടിരിക്കുക. ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? ഇല്ല. രണ്ടാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ എപ്പോഴും തന്റെ കുടുംബം, ധനം, ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടി ആയിരിക്കും പ്രയത്നങ്ങൾ മൊത്തം. ഒന്നാം ഭാവം മൂന്നാം ഭാവത്തെ ബന്ധപ്പെടുമ്പോൾ താൻ ജനിച്ച സ്ഥലത്ത് നിന്നും മാറി താമസിക്കും. മറ്റുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാകും. ഈ വ്യക്തിയെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകും. നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കും. ഒന്നാം ഭാവം നാലാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ തന്റെ ഭൂമി, തനിക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി, അതിനു വേണ്ടിയുള്ള അധ്വാനം, അത് വരുത്താനുള്ള കഷ്ടപ്പാട്, സ്ഥാനമാനം നേടാനുള്ള പ്രയത്നം, തനിക്ക് വേണ്ടിയുള്ള അധ്വാനം, ഭൂമി, വാഹനം, സ്ഥാനമാനം. തന്റെ ധനത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടി വരും നേടാൻ. എനിക്ക് എങ്ങനെ അവസ്ഥ? നാലാമല്ലോ, അവിടെ നാലാം ഭാവമായിട്ട് ബന്ധം ചന്ദ്രനായതുകൊണ്ട് ഇപ്പം അങ്ങനെയാണെന്ന് പറയണം. അധ്വാനമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടും കൂടെ പറയണം. ഇത് നമ്മുടെ പേരിലാക്കാനും ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കോടതി പോവും, കാശ് ചെലവാക്കും. സ്വന്തം ഭൂമി വരും, അത് വന്ന് കിട്ടിയിട്ട് അത് വിറ്റ് കാശ് മേടിക്കും. സ്വന്തം ഭൂമി, സ്ഥാനമാനം എന്നിവയ്ക്ക് അധ്വാനിക്കേണ്ടി വരും. അധ്വാനിക്കാൻ നല്ലത് നേടുകയും ചെയ്യും. അല്പം പിടിവാശി കൂടുതലായിരിക്കും. സ്ഥാനമാനം നേടാനും അധ്വാനിക്കില്ലയോ? സ്ഥാനമുണ്ട്, മാനമുണ്ട്. അമ്മയോട് സ്നേഹമുണ്ടാകും. ഒന്നാം ഭാവം അഞ്ചാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ ഒരു പണിയും എടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന ആലോചനയിലായി. മടിയുള്ളവരായിരിക്കാം, നല്ല വ്യക്തിയായിരിക്കും.
Thank